അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിൻ്റെ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സാലിസ് മൂന്നാമത്തെ പാഠം ത്വല അൽ ബദ്റു. നമുക്കിപ്പോൾ വായിച്ചു നോക്കാം. മദീനക്കാർ വലിയ ആവേശത്തിലാണ്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചുയർന്നു. അവർ സനിയ്യത്തുൽ വദാഇലെ കുന്നിനു മുകളിൽ കയറി ദൂരത്തേക്ക് നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അവർ കാത്തിരിക്കുകയാണ്. റബീഉൽ അവ്വൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. കുന്നിൻ മുകളിലും ഈത്തപ്പനകളിലും കയറി നോക്കും. ഉച്ച കഴിഞ്ഞ് നിരാശരായി മടങ്ങും. അവരുടെ ആവേശത്തെ അത് തളർത്തിയില്ല. അതാ അങ്ങോട്ട് നോക്കൂ, തൂവെള്ള വസ്ത്രധാരികളായ ഒരു സംഘം കടന്നു വരുന്നു. ഒരു ജൂതനാണ് ആ കാഴ്ച കണ്ടത്. അയാൾ വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു. വിളിയാളം കേട്ട് കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അവിടെ എത്തി. 500-ലധികം ആളുകൾ. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. മദീനക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഖുബായിലെത്തി. 4 ദിവസം അവിടെ താമസിച്ചു. മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദാണിത്. വെള്ളിയാഴ്ച രാവിലെ മദീനയിലേക്ക് തിരിച്ചു. വഴിയിൽ ബനു സാലിബ് ബിൻ ഔഫിന്റെ സ്ഥലത്ത് വെച്ച് ജുമുഅ നിർവഹിച്ചു. 100 പേരാണ് ജുമുഅയിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമുഅ ആയിരുന്നു അത്. ജുമുഅയ്ക്ക് ശേഷം അവർ സംഘമായി മദീനയിലേക്ക് പുറപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ മദീനക്കാർ കാത്തിരുന്നു. അവർ ദഫുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ദഫ് മുട്ടുന്നതോടെ അവർ ഈ ബൈത്തും പാടി. കൂട്ടുകാർ, ഈ ബൈത്ത് നല്ല ഈണത്തിൽ പാടുക. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ അയ്യുഹൽ മബ്ഊസ് ഫീന ജീത ബിൽ അംറിൽ മുതാ ജീത ശറഫ്തൽ മദീന മർഹബയ്യ ഖൈറദാ. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കോ. എവിടെ മുട്ടിക്കുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. പള്ളി ഉണ്ടാക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. ഞാൻ സംരക്ഷിക്കാം, ഞാൻ ഏറ്റെടുക്കാം. മുഹാജിറുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അൻസാറുകൾ തർക്കിച്ചു. അനന്തരം നറുക്കിടാൻ തീരുമാനിച്ചു. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്തു. അൻസാറുകൾ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു, ഔസ്, ഖസ്റജ്. കലഹിച്ചും തമ്മിൽ തല്ലിയും കഴിഞ്ഞുകൂടിയവർ.
നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ. ഇസ്ലാം അവരെ ഒന്നിപ്പിച്ചു. എല്ലാം മറന്ന് അവർ സഹോദരങ്ങളായി. മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെ അവർ സ്നേഹിച്ചു, സഹായിച്ചു, തൊഴിൽ നൽകി, വീട് നൽകി. അവർ ഏകോദര സഹോദരന്മാരായി. അന്നു മുതൽ മദീനക്കാരായ സ്വഹാബികൾ അൻസ്വാറുകൾ എന്നറിയപ്പെട്ടു. മസ്ജിദുൻ നബവി നിർമ്മിച്ചതോടെ ആരാധനാലയം എന്ന പോലെ അത് ഇസ്ലാമിൻ്റെ ഭരണസിര കേന്ദ്രവുമായി. പാഠശാലയും കോടതിയും സാന്ത്വന കേന്ദ്രവുമൊക്കെയായി. അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദാണ്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അക്സയും യഥാക്രമം 1, 3 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. ഈ മസ്ജിദിന്റെ ചാരത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വീടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ്. ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനുമിടയിലുള്ള സ്ഥലമാണ് റൗളത്തു ഷരീഫ. പിന്നീട് പലപ്പോഴായി പള്ളിയുടെ പുനരുദ്ധാരണം നടന്നു. ഇപ്പോൾ അതിന് 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. നാനാ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആളുകൾ ഒഴുകിയെത്തി. ഇസ്ലാം നാൾക്കുനാൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. അറിവിൻ്റെ സദസ്സുകളാൽ മദീന സമൃദ്ധമായി. സ്നേഹവും സഹോദര്യവും സമത്വവും ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പാത പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അഷ്റഖൽ ബദ്റു അലൈന. ഇതിന്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ ഞങ്ങളിൽ ഉദിച്ചു. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖറ വനഫഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അൽ ബദ്ർ പൂർണ്ണചന്ദ്രൻ, യഹൂദി ജൂതൻ, സനിയ്യാത്തുൽ വദാ മദീനയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ, ത്വലഅ ഉദിച്ചു, ഖുബാ മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ശുക്ർ നന്ദി, ബനു സാലിം ബിനു ഔഫ് ഒരു ഗോത്രം, മുഹാജിർ ഹിജ്റ ചെയ്ത ആൾ, ഷറഫ ശ്രേഷ്ഠമാക്കി, മർഹബ സ്വാഗതം, അൻസാരിയുൻ മുഹാജിറുകളെ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസി, മിമ്പർ ഖുത്ബ നിർവഹിക്കുമ്പോൾ കയറി നിൽക്കുന്ന സ്ഥലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുഈദു അശ്റത അസ്ഇലത്തിൻ മഅ അജ്വിബതിഹ. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ തന്നെ 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെ? ഉത്തരം അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിന് മുന്നിൽ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ ജുമുഅ ഏത്? ഉത്തരം ബനു സാലിം ബിനു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ജുമുഅ. 3. അൻസാറുകളിലെ 2 പ്രമുഖ ഗോത്രങ്ങളുടെ പേര് എഴുതുക. ഉത്തരം ഔസ് ഖസ്റജ്. 4. ശ്രേഷ്ഠതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി ഏത്? ഉത്തരം മസ്ജിദുൽ ഹറാം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദിവസമാണ് ഖുബായിൽ താമസിച്ചത്? ഉത്തരം 4 ദിവസം. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദ് ഖുബാ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 100 പേർ. 8. മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി ഈ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. 9. ശ്രേഷ്ഠതയിൽ 2-ാം സ്ഥാനം അലങ്കരിക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൻ നബവി. 10. ശ്രേഷ്ഠതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൽ അക്സ. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ത്വലഅൽ ബദ്റു ഡാഷ് ഖൈറദാ. അതിനിടയിലുള്ളതെല്ലാം ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കേണ്ട ഭാഗം അലൈന മുതൽ മർഹബയ്യ. നമുക്കിപ്പോൾ ചേർത്ത് വായിക്കാം. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ.
അയ്യുഹൽ മബ്ഊസു ഫീന ജീത ബിൽ അംറിൽ മുതാ ജീത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ ഫിഖ്റ, ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച സ്വീകരണം. അപ്പം നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ മദീനക്കാർ കാത്തിരുന്നു. അവർ ദഫുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനെ വിട്ടേക്കൂ. എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. പള്ളി ഉണ്ടാക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ പല വിഭവങ്ങൾ ഉണ്ടാക്കി മദീന നിവാസികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. 2. അൽ മുഹാജിറൂന വൽ അൻസാർ. ഞാൻ സംരക്ഷിക്കാം, ഞാൻ ഏറ്റെടുക്കാം. മുഹാജിറുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അൻസാറുകൾ തർക്കിച്ചു. അനന്തരം നറുക്കിടാൻ തീരുമാനിച്ചു. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്തു. അൻസാറുകൾ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു, ഔസ്, ഖസ്റജ്. കലഹിച്ചും തമ്മിൽ തല്ലിയും കഴിഞ്ഞുകൂടിയവർ, നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ. ഇസ്ലാം അവരെ ഒന്നിപ്പിച്ചു. എല്ലാം മറന്ന് അവർ സഹോദരങ്ങളായി. മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെ അവർ സ്നേഹിച്ചു, സഹായിച്ചു, തൊഴിൽ നൽകി, വീട് നൽകി. അവർ ഏകോദര സഹോദരന്മാരായി. അന്നു മുതൽ മദീനക്കാരായ സ്വഹാബികൾ അൻസാറുകൾ എന്നറിയപ്പെട്ടു. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. ത്വലഅൽ ബദ്റു എന്ന കവിതയുടെ അതേ ഈണത്തിലുള്ള മറ്റൊരു കവിത ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതേ ഈണത്തിൽ അഷ്റഖൽ ബദ്റു അലൈന എന്ന ബൈത്തുണ്ട്. കൂട്ടുകാർ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.